കാലത്ത് തന്നെ പാല് വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് വിട്ട സീനാണിത്. കുറേ കാലമായി പാലൊക്കെ വാങ്ങിക്കാൻ കാലത്ത് ഇറങ്ങിയിട്ട്. കാരണം ഞാൻ വെളുപ്പിന് പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. ചായ കുടിക്കാൻ വന്നാക്കൊരു ടൈമിലായിരിക്കും. അപ്പോൾ കുടയം പിടിച്ച് മഴയത്തിറങ്ങി ഓടക്കലപ്പായിട്ട് ഇടയ്ക്കാണ്. അത്ര മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ്? റോഡിൽ മൊത്തം വേസ്റ്റ് ചവറുകളും. പഞ്ചായത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങാടാണ് പോകേണ്ടത്. എളുപ്പകാലത്ത് എഴുന്നേറ്റ് പാല് വാങ്ങിക്കാൻ അത് ഈ മഴയത്ത് കുടയും പിടിച്ച് നടന്നോണ സുഖമുണ്ടല്ലോ. ഓ അമേഴ്സി സുരേഷ് ഏട്ടൻ്റെ കട. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകണം. കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ സ്ഥലം എത്തി. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റേ മനുഷ്യനെയും കാണുന്നില്ല. പുറകെ ഒരു വണ്ടി തന്നെ ഉണ്ട്. കൂടെ വാസ്കോണ്ട് കേട്ടോ, ഞാൻ ഒറ്റക്കല്ല. ഈ കലങ്ക് അച്ഛനും കൂട്ടുകാരന്മാരും സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന കലങ്കാണ്. പിള്ളേർ ഷട്ടിൽ കളിക്കുന്ന ഷട്ടിൽ കോർട്ടൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. നമ്മുടെ +2 പരീക്ഷയിൽ ജയിച്ചവരും 10ൽ ജയിച്ചവരും. പാല് വാങ്ങിക്കാൻ പോണ് തന്നെണ്ടാ കൂട്ടുകാരനുണ്ടാ. അതില്ലാണ്ട് ക്യാമറ ഇട്ട് ഇറക്കണ കണ്ടപ്പോൾ ചോദിച്ചാണ് ഇങ്ങോട്ട് പോകുന്നു. ഇതാ വീട്ടിലാണ് നമ്മൾ പാല് വാങ്ങിക്കണം. ഗോപിച്ചേട്ടൻ്റെ വീട്. പക്ഷേ പുള്ളി വീട്ടിലായിരിക്കൂല പാല് വെക്കണം. പാല് ഡെയിലി വാങ്ങിക്കണവർക്ക് വേണ്ടിയിട്ട് പുള്ള കടയുണ്ടാവും. കടയുടെ സൈഡിലൊരു കസേര വെച്ചിട്ടുണ്ടാവും. അതുമ്മ പാലും ഉണ്ടാവും. പക്ഷെ ഇന്നില്ല, പുള്ളി എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. പണ്ട് ക്രിക്കറ്റ് കളിച്ചിരുന്ന നേരം ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ വീടായി, കാടായി, ഗോപിച്ചേട്ടൻ്റെ കുറേ പശുക്കളുമായി. കണ്ടോ ഈ സൈഡിൽ കടുവങ്കശ്ശേരി അമ്പലമുണ്ടാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. ഇവിടെയൊക്കെ ഉത്സവ സമയത്ത് നിറച്ച് ചീട്ടുകളി കിടന്നിരുന്ന സ്ഥലവും. ഇപ്പം ചീട്ടുകളിയുമില്ല, ഒന്നുമില്ല. അമ്പലത്തിലൊരു ഈച്ച പോലും ഇല്ല. അങ്ങനെ പാല് വാങ്ങിക്കാനായിട്ട് ഇവിടെ എത്തി. അങ്ങനെ പാലും വാങ്ങിച്ച് ഞാൻ തിരിച്ചിറങ്ങി. കണ്ട ഇവിടെ ഇനി വീഡിയോയിലെങ്ങനെ അവരെടുത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലെന്ന് എഴുതിയിട്ടാണ് ഞാൻ അവരെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാതിരുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് കടുവങ്കശ്ശേരി അമ്പലം. പണ്ട് ഈ അമ്പലത്തിൽ ഞാൻ ചെറുപ്പത്തിൽ മറ്റേ എന്തെന്നാണത്, ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നല്ല. 7ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ വരെ ഫുൾ ടൈം വൈകിട്ട് അമ്പലത്തിൽ തന്നെയായിരുന്നു. കാലത്തും അമ്പലത്തിൽ തന്നെയായിരുന്നു. പഠിത്തമില്ലാതപ്പം രാവിലെ തന്നെ വരും. അന്ന് ഈ അമ്പലത്തിലെ ശാന്തി അനൂപ് ശാന്തിയായിരുന്നു. അനൂപ് ശാന്തിയും പ്രതീഷ് ശാന്തി. അപ്പോൾ അനൂപ് ശാന്തിയുടെ സൈക്കിള്, എനിക്ക് ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു. അപ്പോൾ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് പുള്ളിയുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു ഷെമിക്കവർ ഇട്ടുകൊണ്ട് ഒരൊറ്റ പോക്കം കാണും. അമ്പലത്തിൽ വേണ്ട പൂവുകൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇഷ്ടം പോലെ പൂവും പറിച്ചുകൊണ്ടും തിരിച്ചു വരും. അത് പുള്ളിക്ക് കൊടുക്കും. എനിക്കൊരു സൈക്കിൾ ഔട്ടുമായി. പുള്ളിക്കൊരു അമ്പലത്തിൽ മറ്റേ ഇതാക്കാനുള്ള പൂവുമായി. അങ്ങനെ അതിന് ശേഷം പിന്നെ പതുക്കെ അമ്പലത്തിൽ പോക്ക് നിന്നു. അമ്പലത്തിൽ പക്ഷെ നല്ല രസമായിരുന്നു. വൈകിട്ടാവുമ്പോൾ മറ്റേ നേദിച്ച മറ്റേ പായസവും പടച്ചോറൊക്കെ കിട്ടും. വീട്ടിൽ കൊണ്ടുപോകുന്ന നാരങ്ങച്ചാറും കൂട്ടിയൊരു പിടി പിടിക്കും. പൊളിയായിരുന്നു.
പിന്നെ മറ്റേ നട തുറക്കണ സമയത്ത് മണിയടിക്കും, ശംഖൂതും. നൈസായിരുന്നു. അപ്പം അതൊക്കെ വിട്ട് അപ്പം ഇങ്ങനെ നടന്നു പോകുന്നു. ഹാർബറിൽ നിരോധനവും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ പണിയില്ല, വേണമെങ്കിൽ പോയാൽ മതി. അപ്പം പണിക്ക് പോവാം. ഫ്രീ കിട്ടുന്ന ടൈം നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കിടക്കാം. ഇത് അങ്ങനെ തിരിച്ച് നടന്ന് 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 വീടിൻ്റെ അടുത്തെത്തി. വാസ്കോൻ്റെ പൊടി പോലും കാണുന്നില്ല. വാസ്കോ ആ വഴി പോയി തോന്നുന്നു. SNDP സൈഡിൽ കൂടി ഇതിങ്ങനെ കറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത്. മോറൊക്കെ മറ്റേ ജപ്പാൻകാരുടെ കൂട്ട് വീർത്തിരിക്കുന്നു. പേരമരത്തുമ്പോൾ പേരക്കൊന്നും ആയില്ലാവോ. എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ചെത്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, നല്ല രീതിക്ക് പൂവൊക്കെ ആയിട്ടുണ്ട്. വാസ്തെത്തിയല്ല. നടന്ന് നടന്ന് തെണ്ടി നേറ്റ് വെള്ളം കുടഞ്ഞു. വീട്ടിലെത്തി. ഇനി മലന്ന് കിടന്ന് ഫോൺ നോക്കുന്നു. ഉണ്ണിക്കിരിക്കട്ടെ ഒരു കുപ്പിപ്പാൽ. എന്നാൽ ഞാൻ പോട്ടെ. ബൈ.